തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ചൂടുപിടിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വിവരങ്ങളിലാണ് പുതിയ സംശയങ്ങൾ ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയാണ് ഇക്കാര്യത്തിൽ തുറന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. പുതുക്കിയ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും പേര് ഇപ്പോഴും തിരുവനന്തപുരത്താണെന്ന് അനിൽ അക്കര വ്യക്തമാക്കി. ഇതോടെ സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥിരതാമസമുള്ളവനല്ലെന്നും ഇപ്പോഴും തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ താമസമെന്നും വ്യക്തമാകുന്നതായി അനിൽ അക്കര പറയുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥിരതാമസമുള്ളവനാണെന്ന വ്യാജേന സത്യവാങ്മൂലം നൽകുകയും വോട്ട് ചേർത്തുവെന്നാണ് അനിൽ അക്കരയുടെ പ്രധാനപ്പെട്ട ആരോപണം. വോട്ടർ പട്ടികയിൽ പേര് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് അക്കര കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന ഈ ക്രമക്കേട് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും ഇതിലൂടെ തെരഞ്ഞെടുപ്പ് നിയമം ലംഘിക്കപ്പെട്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശൂർ MP TN പ്രതാപനും നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അനിൽ അക്കരയുടെ പുതിയ ആരോപണങ്ങളോടെ വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ ശക്തമാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അനിൽ അക്കര ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയുള്ള വോട്ടർ പട്ടിക വിവാദം രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ശാസ്തമംഗലത്തെ 41 വാർഡിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടെന്നാണ് കോൺഗ്രസിന്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മാത്രം തൃശൂരിലേക്ക് വോട്ട് മാറ്റിയെന്നും അനിൽ അക്കര പറയുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിരുന്നു. ആദ്യം പുറത്തു വന്നത് മണ്ഡലത്തിന് പുറത്തുള്ള ചിലരെ വ്യാജവിലാസത്തിൽ വോട്ടർ പട്ടികയിൽ ചേർത്തതിനുള്ള തെളിവുകളായിരുന്നു. പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങളും കണ്ടെത്തിയത്. ഒരേ ഫ്ളാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്താതെയും നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. RSS നേതാവും മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും കുടുംബവും അടക്കം ഇരട്ട വോട്ടുകൾ ചേർത്ത വിവരങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു.